Good afternoon. Good afternoon, ma'am. Good afternoon. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റ് ഒരു 2 പാരഗ്രാഫ് പറഞ്ഞിരുന്നു അല്ലെ, 2 പോയിന്റ്സ്, മെയിൻ പോയിന്റ്സ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലേ പറഞ്ഞു നിർത്തിയത്? അവിടെ വരെയല്ലേ പറഞ്ഞത്? ഞാൻ തോന്നുന്നു മാം, ഓവർവ്യൂ കഴിഞ്ഞിട്ട് എടുത്തെന്ന് ഓർമ്മയില്ല. ഓക്കെ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഒരു ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താ? മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കിയ പാരഗ്രാഫിൽ വരുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിലും ഇവയെല്ലാം ഒരൊറ്റ മേഖലയാണ് അല്ലെ. ഇവയെല്ലാം സെയിം തന്നെയാണ്, ഇവയെല്ലാം ഒരൊറ്റ മേഖലയാണ്. എന്തുമായി ബന്ധപ്പെട്ട മേഖലയാണ്? എന്താ നമ്മൾ പറഞ്ഞത്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് തമ്മിലുള്ള ആ ഒരു ട്രോപ്പിക് ലെവൽസ് പഠിച്ചിട്ടില്ലേ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അല്ലെ. അപ്പൊ അതുപോലെയുള്ള ഈ ഹോസ്പിറ്റലുകളെ ഇതുപോലെ 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ലെവലിലുള്ള, അതായത് ബേസിക് ആയിട്ട് എന്താ കെയർ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. അതുപോലെ സെക്കൻഡറിയിൽ വരുമ്പോൾ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. ആ ടെർഷറി ലെവലിൽ വരുമ്പോൾ ഒരു ഹയർ സ്പെഷ്യലൈസേഷൻസ് കൊടുക്കുന്ന, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. അങ്ങനെ 3 വിഭാഗങ്ങളായിട്ട്, ഈ 3 ലെവലായിട്ട് ഈ ഹോസ്പിറ്റലുകൾ പോലെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളെയും തിരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ 3 ലെവലിലും വരുന്ന പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഈ 3 ഈ ലെവൽസിലും വരുന്നതായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പൊതുജന ആരോഗ്യ സംവിധാനങ്ങള്, അതുപോലെ ആരോഗ്യ പരിചരണ സംവിധാനങ്ങള്, ഹോസ്പിറ്റലുകള്, ആശുപത്രി ശൃംഖലകള് മുതലായ എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെയും അല്ലെങ്കിൽ എങ്ങനെയുള്ള ഈ 3 ലെവലിലുമുള്ള എല്ലാ തരത്തിലുള്ള ആരോഗ്യ പരിചരണ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ലീഡർഷിപ്പ്, അതുപോലെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞേ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നവര് എപ്പോഴും ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലെ, ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബിസിനസിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ എന്ത് ചെയ്യണം? രൂപീകരിക്കണം, അത് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവരവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ജീവനക്കാരും ഫിസിഷ്യൻസുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം സൃഷ്ടിക്കേണ്ടതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് നമ്മൾ നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താ പറഞ്ഞത്? അവിടെ നമ്മൾ പറഞ്ഞത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് അതിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നും വിളിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഇൻക്ലൂഡ്സ് എന്തൊക്കെയാ? ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം, ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള അവിടെ കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെ, അതെല്ലാം ആ സർവീസുകൾ എന്ന് പറയുന്നതും ആ ഒരു ഹോസ്പിറ്റലിന്റെ ബിസിനസ് പരമായ കാര്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളിലെ ബിസിനസ് പരമായിട്ടുള്ള തന്ത്രങ്ങളെ
കുറിച്ചുള്ള എന്താ തീരുമാനങ്ങൾ അല്ലെ, ദിവസേനയാവാം, ഡെയിലി ആവാം, അല്ലെങ്കിൽ ലോങ് ടേം ആവാം, എന്താ ദീർഘകാല അടിസ്ഥാനത്തില് ആ ബിസിനസ് തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനുള്ളിൽ വരുന്ന കാര്യമാണ്. അതുപോലെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ആണ്. എന്താണ് ഇത്? ഒരു രീതിയാണ് അല്ലെ, വിച്ച് മാനേജസ് എന്തിന്റെയൊക്കെ രീതിയാണ്? അതായത് ഡൈനാമിക് കോംപ്ലക്സ് ഹെൽത്ത് കെയർ എന്റിറ്റീസ് എന്ന് പറയുന്നത് വളരെ ശക്തമായതും സങ്കീർണവുമായിട്ടുള്ള ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങൾ. ഏതൊക്കെയാണത്? ഇൻക്ലൂഡിങ് ഏതൊക്കെയാ വരുന്നേ? ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോമുകള്, ഫാർമസികള്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, ഇങ്ങനെയുള്ള ആ ആരോഗ്യ പരിചരണ സംഘടനകളിൽ സ്ഥാപനങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, ലീഡ് ചെയ്യുക, ഓവർസീ ചെയ്യുക എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുകയും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന എന്ന് പറയുന്ന ഇതുമായെല്ലാം ബന്ധപ്പെട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളെയും മാനേജ് ചെയ്യണം, ലീഡ് ചെയ്യണം, ഓവർസീ ചെയ്യണം, മേൽനോട്ടങ്ങൾ വഹിക്കണം, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്. അതിനുള്ളിൽ വരുന്ന പ്രാധാന്യങ്ങൾ എന്തൊക്കെയാ? ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി, ഒരു സൗകര്യം കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓപ്പറേറ്റ് ഡെയിലി ആ ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ദിവസേനയുള്ള പ്രവർത്തനങ്ങള് വളരെ സുഗമമായി ഓരോ പ്രവർത്തനങ്ങളും ദിവസേന മുന്നോട്ട് പോവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ പബ്ലിക്, എന്താ പ്രിപ്പയറിംഗ് പ്ലാൻ, എന്താ പ്രോഗ്രാംസ് അല്ലെ, പബ്ലിക്കിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകള് തയ്യാറാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പുതിയ എംപ്ലോയീസ്, പുതിയ ജീവനക്കാർ വന്നാൽ അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് അസിസ്റ്റിംഗ് എവറി പേഷ്യന്റ്, ഓരോ പേഷ്യൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്നവ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് and supervising the health services and everyday activities of a hospital or health care facility. എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്തം അല്ലെ, റെസ്പോൺസിബിലിറ്റി. അവർ എന്തിനാണ് അക്കൗണ്ടബിൾ ആയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവരുടെ ഉത്തരവാദിത്തം ഉള്ളത്? നോക്കിയേ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അതിൽ അവർ കൊടുക്കുന്ന എവരിഡേ ആക്ടിവിറ്റീസ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നടക്കുന്ന ദിവസേനയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എവരിഡേ ആക്ടിവിറ്റീസ്, ദിവസേനയുള്ള പ്രവർത്തനങ്ങള്, അതുപോലെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി കൊടുക്കുന്ന ഹെൽത്ത് സർവീസുകൾ, ആരോഗ്യ സേവനങ്ങൾ മുതലായവ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം, സംഘടിപ്പിക്കുകയും സൂപ്പർവൈസ് ചെയ്യുകയും മേൽനോട്ടം വഹിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണെന്നാ പറയുന്നേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. എന്താ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അവിടെ നടക്കുന്ന ദിവസേനയുള്ള പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ആരോഗ്യപരമായ സേവനങ്ങള്, ഇതിന്റെ എല്ലാത്തിന്റെയും എന്താണ്? പ്രവർത്തനങ്ങളാണെങ്കിലും സേവനങ്ങളുടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക, എന്താ? സംഘടിപ്പിക്കേണ്ടതും അതിൽ മേൽനോട്ടം വഹിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്. Health care administration is the management of all the non-clinical functions included in operating a
healthcare facility, from daily operations to staffing to budgeting and finance to long-term strategic planning to make sure the success of the healthcare provider or system. ഇനി എന്താ അവിടെ healthcare administration എന്ന് പറയുന്നത് is the management of all non-clinical functions. എല്ലാ non-clinical പ്രവർത്തനങ്ങൾ അല്ലെ, ചികിത്സാപരമല്ലാത്ത അല്ലെ non-clinical പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്താ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് നോക്കിയേ. ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു ആരോഗ്യ പരിചരണ സേവനങ്ങളുടെ ഈ സംവിധാനത്തിന്റെ ഓപ്പറേഷൻസ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതെന്താ ഫ്രം ഡെയിലി ഫങ്ഷൻസ് ടു എന്താ ഓപ്പറേഷൻസ് ടു സ്റ്റാഫിംഗ്, അതായത് ദിവസേനയുള്ള അവിടുത്തെ എല്ലാ ദിവസേനയുള്ള പ്രവർത്തനങ്ങളും മുതൽ എന്തൊക്കെ വരാം, സ്റ്റാഫുകൾ അല്ലെ, സ്റ്റാഫുകളെ നിയമിക്കുക, അതുപോലെ ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, ഫിനാൻസ് തയ്യാറാക്കുക, ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ടു ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത് ദീർഘകാല ആസൂത്രണം. എന്തിനെ കുറിച്ചുള്ളതാണ്? ദീർഘകാല ലോങ് ടേം ആയിട്ടുള്ള ദീർഘകാല സ്ട്രാറ്റജിക് തന്ത്രങ്ങളെ കുറിച്ച് ആസൂത്രണം ചെയ്യുക. ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം, ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സക്സസ് അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിജയം ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യണം, ലോങ് ടേം പ്ലാനിങ്ങുകൾ അല്ലെ, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യണം, ഫിനാൻസ് കൈകാര്യം ചെയ്യണം, ബഡ്ജറ്റുകൾ തയ്യാറാക്കണം, സ്റ്റാഫുകളെ നിയമിക്കണം, അവിടെയുള്ള ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ റോളിൽ വരുന്നതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി മുതലായവയിലുള്ള എവരിഡേ ആക്ടിവിറ്റീസ്, അവരുടെ ദിവസേനയുള്ള പ്രവർത്തനങ്ങള്, അതുപോലെ അവർ കൊടുക്കുന്ന ഹെൽത്ത് സർവീസ്, ആരോഗ്യ സേവനങ്ങള് മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമതായി പറഞ്ഞത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിന്റെ മാനേജ്മെന്റ് ആണ്. എന്താണ് നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിൽ എന്തൊക്കെ വരാം? ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങൾ മുതൽ സ്റ്റാഫുകളെ നിയമിക്കുക, ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, ഫിനാൻസ് കൈകാര്യം ചെയ്യുക, അതുപോലെ അവിടുത്തെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സക്സസ് അല്ലെ, അതിന്റെ ആ ഒരു എന്താണ് സക്സസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇത് ഉറപ്പുവരുത്താൻ, സക്സസ് ഉറപ്പുവരുത്താൻ വേണ്ടി, വിജയം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു ദീർഘകാല തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ മാനേജ്മെന്റ് ആണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഓക്കെ, നോക്കിയേ, what is a health care administrator? ഇനി ആരാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ curtains to make extensive decisions for the health care facility or institution. എന്താണ് അവർ ചെയ്യുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി എക്സ്റ്റെൻസീവ് ഡിസിഷൻസ് പറഞ്ഞാൽ എന്താ? വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെ, വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന, ഇങ്ങനെ എടുക്കുന്നതാണ് ബിഹൈൻഡ് ദ കർട്ടൻ, തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അല്ലെ, തീരുമാനങ്ങൾ എടുക്കാൻ തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ to make extensive decisions for the health care facility or institution. ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ടി അല്ലെ ഒരു വിപുലമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. Then they directly handle policy and budgets
to generate better patient experience. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. They directly handle policy and budgets to generate better patient experiences and ensure the safety of guests and staff. Underline ചെയ്തിട്ടോ. Okay, but they directly handle policy and budgets. എന്താ അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ രോഗികളുടെ എക്സ്പീരിയൻസ്, ആ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ ആ രോഗികൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം അല്ലെ, അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്, അവിടെ വരുന്ന ഗസ്റ്റുകളുടെയും അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് നേരിട്ട് പോളിസികളിലും ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതിലും നേരിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ പോളിസി, ഹോസ്പിറ്റൽ പോളിസിയിലാണെങ്കിലും ആ ഹോസ്പിറ്റൽ തയ്യാറാക്കുന്ന ബഡ്ജറ്റുകളിലാണെങ്കിലും ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അത് ഡയറക്ട്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നേരിട്ടാണ് അവരത് കൈകാര്യം ചെയ്യുന്നത്. എന്തിനു വേണ്ടി അവർ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്? അവിടെ വരുന്ന ഓരോ രോഗികൾക്കും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കണം കിട്ടേണ്ടത്, അവർക്ക് എപ്പോഴും നല്ല മികച്ച അനുഭവം കിട്ടണം. അതുപോലെ തന്നെ അവിടെ വരുന്ന ഗസ്റ്റുകൾക്കും അവിടെ നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി പോളിസികളും ബഡ്ജറ്റുകളിലും എല്ലാം അവർ നേരിട്ട് എന്ത് ചെയ്യുന്നു? പോളിസിയും ബഡ്ജറ്റുകളും എല്ലാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ആ ഒരു പോയിന്റ് കൊണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് thorough knowledge of the regulatory framework in the patient care. ഇനി രോഗി പരിചരണം അല്ലെ, പേഷ്യന്റ് കെയർ, രോഗിക്ക് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, നിയന്ത്രണ ചട്ടക്കൂടുകളെ കുറിച്ചുള്ള ഒരു thorough knowledge, സമഗ്രമായ ഒരു അറിവ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടായിരിക്കണം. അവിടെ ആ ഒരു പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് പല റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങള് അല്ലെ, റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാത്തിനെ കുറിച്ചും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി സമഗ്രമായ ഒരു അറിവ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടാവേണ്ടതുണ്ട്. And their responsibilities are completely different from the responsibilities of a doctor or physician. അതുപോലെ തന്നെ ഇവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എന്താണ് നോട്ട്സ്? നോട്ട്സ് എന്തിനാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മിസ് പറയുന്നില്ലേ, അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്തൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി, ബാക്കിയൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതൊരു ജനറൽ ആയിട്ട് നമ്മുടെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്ന ഭാഗമാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു 1, 2, 3 പ്രാവശ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിൽ നിന്ന് അങ്ങനെ കൂടുതലും ക്വസ്റ്റ്യൻസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ ഭാഗത്തൊന്നും ചോദിക്കാറില്ല കേട്ടോ. എക്സ്ട്രാ നോട്ട് തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ഇതിൽ നിന്നുള്ളത് മാത്രമേ ചോദിക്കുകയുള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മിസ് നോട്ട് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോ എന്താണ്? The responsibilities are completely different from the responsibilities of a doctor or physician. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെ, അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. While physicians handle patients directly, അല്ലെ, ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യാണ് ചെയ്യുക അല്ലെ. അതേസമയം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. എന്താ? അവിടെ പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ഫിസിഷ്യൻ ആണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സേവനങ്ങള് മേൽനോട്ടം വഹിക്കുന്നതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. യൂഷ്വലി ഹാവ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ ഇവർക്ക് സാധാരണമായി അവർക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ സാധാരണയായി ഉണ്ടാവുകയും വേണം. അപ്പൊ വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. നോക്കി, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവരുടെ ഏറ്റവും അവരെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു വിപുലമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്
ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ. ഇപ്പൊ ഫിസിഷ്യൻസ്, നഴ്സ് പോലെയുള്ള ആളുകളെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ നേരിട്ട് കാണാൻ പറ്റില്ല. അവര് ബാക്കില് അല്ലെ, ബാക്ക് സപ്പോർട്ടാണ് അവർ നൽകുന്നത് അല്ലെ. അവർ ആ ഒരു കർട്ടന്റെ ബിഹൈൻഡ് ദ കർട്ടൻ ആണ്, തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവര് എന്ത് ചെയ്യുന്നു, പോളിസികളും ബഡ്ജറ്റുകളും നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇതിനു വേണ്ടിയാണ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്, അവിടെ വരുന്ന പേഷ്യൻസിന് ഒരു നല്ല അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു അനുഭവം കിട്ടണം. അതുപോലെ തന്നെ അവിടെ വരുന്ന ഗസ്റ്റിനാണെങ്കിലും നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണെങ്കിലും സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനുമായിട്ടാണ് അവര് പോളിസിയും ബഡ്ജറ്റുകളും നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, രോഗി പരിചരണത്തിൽ ആ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെ, ആ ഒരു നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചട്ടക്കൂടുകളെ കൃത്യമായിട്ട് അവർക്ക് അതിലൊരു സമഗ്രമായ അറിവ് എല്ലാ കാര്യത്തിലും ആർക്കുണ്ടായിരിക്കണം, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിലെ പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യുകയാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്ന എന്താ, ആ പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെ, ഫെസിലിറ്റികൾ അല്ലെ, അതിനെ മേൽനോട്ടം വഹിക്കുകയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. അവർക്ക് യൂഷ്വലി സാധാരണയായി അവർക്ക് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ക്ലിയർ ആണോ ഭാഗം? ഓക്കെ. Then next നോക്കിയേ, how to become a health care administrator. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെ നമുക്ക് ആവാം അല്ലെ? നോക്കിയേ, ഫസ്റ്റ് വൺ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് frequently interact with doctors, nurses, surgeons and technicians. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാട്ടോ, നോട്ട് ചെയ്തിട്ടേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് frequently interact with doctors, nurses, surgeons and technicians. അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഫ്രീക്വൻലി അല്ലെ, ഇടയ്ക്കിടയ്ക്ക് അവരാരുമായിട്ടൊക്കെ ഇടപെടേണ്ടതായിട്ട് വരും, ഡോക്ടേഴ്സുമായിട്ട് ഇടപെടേണ്ടി വരും അല്ലെ, അതുപോലെ നഴ്സസുമായിട്ട്, അവിടെയുള്ള സർജൻസുമായിട്ട്, ടെക്നീഷ്യൻസിനുമായിട്ടൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് വരും അല്ലെ. നമുക്കറിയാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ അല്ലെ, ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇവർ എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ ഒരു മേൽനോട്ടവും മാനേജ്മെന്റും വേണ്ടി വരും അല്ലെ. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സുമായിട്ടും നഴ്സസ് ആയിട്ടും സർജന്മാരുമായിട്ടും ടെക്നീഷ്യൻസും ഒക്കെ ആയിട്ട് ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് വരും അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, അത് നോട്ട് ചെയ്തിട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിടാം. Then they control the operation of healthcare organizations and seldom meet directly with the patients in the healthcare facility. ഇനി എന്താ, they control the operations of healthcare organizations. എന്താ, ആ ഒരു ആരോഗ്യം അല്ലെ, ആരോഗ്യ പരിചരണ സംഘടനകളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലേ അത് ചെയ്യുന്നത് അല്ലെ, ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണ സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ, ആ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആര് തന്നെയാണ്, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ് ചെയ്യേണ്ടത് അല്ലെ. ആൻഡ് സെൽഡം മീറ്റ് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യൻസ് ഇൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്താണ് സെൽഡം എന്ന് പറഞ്ഞാല്, എന്താ സെൽഡം? അപൂർവമായി അപൂർവമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ നേരിട്ട് പേഷ്യൻസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടലുകൾ നടത്തുന്നുണ്ട് അല്ലെ, നേരിട്ട് ഡയറക്റ്റ്ലി അല്ല അവർ അതിനെ ഹാൻഡിൽ ചെയ്യുന്നേ പേഷ്യൻസിനെ. അതേസമയം ഒരു ഹെൽത്ത് കെയർ എന്താണ് അഡ്മിനിസ്ട്രേറ്ററിന് അത്രയും ഒരു ഇടപെടലുകൾ വരുത്തേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അവർ നേരിട്ട് അങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ?
ഇല്ല അല്ലെ. അപ്പൊ ചില സമയങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഒരു അപൂർവമായിട്ട് മാത്രമാണ് എന്ത് പറയുന്നത്, സെൽഡം മീറ്റ് ഡയറക്ട്ലി, അപൂർവമായി മാത്രം ചില പേഷ്യൻസിനോട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള ചില പേഷ്യൻസിനോട് അപൂർവമായിട്ട് ചിലപ്പോൾ പേഷ്യൻസിനോട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് മാത്രമേ വരുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ അവർ നേരിട്ട് പേഷ്യൻസിനോട് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, എന്താ ഡയറക്ട്ലി അവരോട് ഇടപെടലുകൾ ഇന്ററാക്ഷൻസ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്, ആ ഒരു ചെറിയ പാരഗ്രാഫിൽ പറഞ്ഞ എന്താ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത് ഡോക്ടേഴ്സ്, നേഴ്സസ്, സർജൻസ് ആൻഡ് ടെക്നീഷ്യൻസ്. അവരെന്ത് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു, ഡോക്ടേഴ്സുമായിട്ട്, നേഴ്സസ് ആയിട്ട്, സർജൻസുമായിട്ട്, ടെക്നീഷ്യൻസുമായിട്ടൊക്കെ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് വരും, ഇന്ററാക്ഷൻസ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ആൻഡ് ദേ കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ആ ഒരു ആരോഗ്യ പരിചരണ സംഘടനകളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇവർക്ക് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആൻഡ് സെൽഡം മീറ്റ് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യൻസ് ഇൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ വരുന്ന പേഷ്യൻസിനെ വളരെ അപൂർവമായിട്ട് മാത്രം അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവരോട് എന്ത് ചെയ്യണം, അവരെ ആ പേഷ്യൻസിനോട് അപൂർവമായി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, മീറ്റ് ഡയറക്ട്ലി, നേരിട്ട് അവരോട് ഇടപഴകേണ്ടതായിട്ട് വരാറുണ്ട്. അത് വളരെ അപൂർവമായ കേസുകളിൽ മാത്രം. അല്ലാത്ത കേസുകളിൽ അവർ ആ ഒരു ബിഹൈൻഡ് ദ കർട്ടനിൽ ഇരുന്നാണ് പ്രവർത്തിക്കുന്നത്. ഫിസിഷ്യൻസ്, നേഴ്സ് മുതലായവരാണ് എന്ത് ചെയ്യുന്നത്, പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നത്, നേരിട്ട് കോൺടാക്റ്റിൽ വരുന്നത്, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? ഓക്കെ. Then next നോക്കിയേ, an administrator's duty is to form the policy that runs the facility and make better the patient's experience. ഇനി എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി? എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി എന്ന് പറയുന്ന, ആ ഒരു സ്ഥാപനം അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ ഫെസിലിറ്റികൾ അല്ലെ, അവരുടെ ആ റൺസ് ദ ഫെസിലിറ്റി, ആ ഒരു സ്ഥാപനത്തിന്റെ ഫെസിലിറ്റികൾ വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ പോളിസികള് രൂപീകരിക്കുക അല്ലെ. അതിലൂടെ എന്ത് ചെയ്യണം, മേക്ക് ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം മികച്ചതാക്കുകയും ചെയ്യണം. എന്താ പറയുന്നേ, an administrator's duty, ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ് എന്ന് പറയുന്നത്, is to form the policy that runs the facility. ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഫെസിലിറ്റികൾ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പോളിസികൾ രൂപീകരിക്കുകയും ചെയ്യണം. അതുവഴി അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെ, അനുഭവം വളരെ മികച്ചതാക്കി മാറ്റുകയും ചെയ്യണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്, ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് കിട്ടണം അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് അവരെടുക്കുന്ന സേവനങ്ങളിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികൾ അവിടെ കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഫെസിലിറ്റികൾ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പോളിസികൾ, ആ ഫെസിലിറ്റിക്ക് വേണ്ട പോളിസികൾ രൂപീകരിക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആരുടെ ഡ്യൂട്ടിയാണ്, ഒരു administrator ഡ്യൂട്ടിയാണ്. Then healthcare administration careers are necessary to successful and efficient healthcare facilities. ഇനി എന്താ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ കരിയർ, അതായത് ഒരു എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു സക്സസ്ഫുൾ വിജയകരമായതും അതുപോലെ ഒരു ഫലപ്രദവുമായിട്ടുള്ള ഒരു ആരോഗ്യ പരിചരണ സേവനങ്ങൾ, ഈ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയർ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ആ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു വിഭാഗം നമുക്ക് അവിടെ വേണ്ടേ, ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം അവിടെ ആവശ്യമല്ലേ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആവശ്യമല്ലേ അല്ലെ. ആ ഒരു കരിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ വളരെ വിജയകരമായിട്ടും വളരെ ഫലപ്രദമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു കരിയർ വളരെ നെസസറി ആണ്, അല്ലെങ്കിൽ വളരെ അനിവാര്യമാണ്. ദെൻ നോക്കിയത്, owing to the continuous
Owing to the continuous need for healthcare facilities from hospitals to nursing homes, healthcare administration is an important firm job for those who are interested in improving healthcare policy. Owing to continuous need for healthcare facility, അതായത് ഹോസ്പിറ്റലുകൾ മുതൽ നഴ്സിംഗ് ഹോമുകൾ വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യകതകൾ നിമിത്തം, ഓയിങ് ടു എന്ന് പറഞ്ഞാൽ നിമിത്തം അല്ലെങ്കിൽ കാരണം. അപ്പൊ അവിടെയുള്ള ഹോസ്പിറ്റലുകൾ മുതൽ നഴ്സിംഗ് ഹോമുകൾ വരെയുള്ള എന്താ തുടർച്ചയായിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളാണ് ഇതെല്ലാം അല്ലെ. ഒരു ഹോസ്പിറ്റൽ മുതൽ ഒരു നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നീഡ്സ് അല്ലെങ്കിൽ തുടർച്ചയായ ആവശ്യകതകൾ നിമിത്തം എന്താണ് അവിടെ ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ പോളിസി, അവരുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട പോളിസികള് മെച്ചപ്പെടുത്തുന്നതിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കരിയർ ഏറ്റവും സുപ്രധാനവും അതുപോലെ തന്നെ ഒരു സ്ഥിര ജോലിയുമാണ്. അപ്പോ ഇതൊരു വ്യക്തികളുടെ ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി നല്ല വിജയകരമായിട്ട് ഒരു ഹോസ്പിറ്റൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ആ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ സുഗമമായിട്ട് മുന്നോട്ട് പോകണം, അവിടുത്തെ പ്രവർത്തനങ്ങൾ സക്സസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം വേണം അല്ലെ? വേണോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ആ ഒരു വിഭാഗം അവിടെ ആവശ്യമാണ് അല്ലെ. ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് പോവാൻ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു നിലയിൽ ഒരു വ്യക്തി പോകണമെങ്കിൽ അവരെന്ത് വേണം? അവർക്ക് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ മുതൽ ഒരു നഴ്സിംഗ് ഹോം വരെയുള്ള ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ അല്ലെ, ആരോഗ്യ പരിചരണ സേവനങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തുടർച്ചയായിട്ടുള്ള ആവശ്യകതകൾ നിമിത്തം അല്ലെ, അതായത് തുടർച്ചയായ ആവശ്യകതകൾ നിമിത്തം അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഹെൽത്ത് കെയർ പോളിസികൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, മെച്ചപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടി ഹെൽത്ത് കെയർ പോളിസികൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഓരോ കാര്യങ്ങളും അവിടുത്തെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ആവശ്യകതകൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലാണെങ്കിലും നഴ്സിംഗ് ഹോമുകളിലാണെങ്കിലും അവർക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ തുടർച്ചയായ ആവശ്യകതകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പാലിക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ പോളിസികളിലെ എന്ത് ചെയ്യേണ്ടി വരും? മെച്ചപ്പെടുത്തലുകൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് താല്പര്യമുള്ളവർക്കാണ് ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ജോലി എന്താണ് അവർക്കാണ് വേണ്ടത് അല്ലെ. അങ്ങനെ താല്പര്യമില്ലാത്തവർ, അതായത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ പോളിസികൾ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, മാനേജ് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് എന്താണ് ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കരിയർ വളരെ ഇമ്പോർട്ടന്റുമാണ്. അതുപോലെ ഒരു ഫേം ജോബാണ്, ഒരു സ്ഥിരമായ ഒരു ജോലി കൂടിയാണ്. മനസ്സിലായോ അതെന്താ പറഞ്ഞേന്ന്? ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ആ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അവരുടെ ആ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളാണെങ്കിലും അവിടുത്തെ പോളിസികൾ ഇംപ്രൂവ് ചെയ്ത് അവരുടെ ആവശ്യകതകൾ തുടർച്ചയായ അവരുടെ ആവശ്യകതകൾ എന്ത് ചെയ്യണം? മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെയുള്ള പോളിസികളെ മെച്ചപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട കൺട്രോൾ ചെയ്യാനും മാനേജ്മെന്റ് ചെയ്യാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ആ ഒരു ജോബ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വളരെ ഇമ്പോർട്ടന്റുമാണ്, ഫേം ജോബുമാണ്, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയുമായിരിക്കും. ക്ലിയർ ആണോ? അത്രയും നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് വേഗം ഒന്ന് നോക്കാം. നോക്കിയേ, ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ എങ്ങനെയാവാൻ പറ്റും അല്ലെ? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആരൊക്കെയായിട്ട്? ഡോക്ടേഴ്സുമായിട്ട്, നഴ്സ്, സർജൻ, ടെക്നീഷ്യൻ മുതലായവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുമായി ഒരു ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും
കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് സെൽഡം മീറ്റ് ഡയറക്ട്ലി എന്ന് പറയുന്ന അപൂർവമായിട്ട് ചില സമയങ്ങളിൽ ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിൽ വരുന്ന പേഷ്യൻസുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്, നേരിട്ട് കോണ്ടാക്റ്റുകളിൽ ഏർപ്പെടേണ്ടതായിട്ടും ചില സമയങ്ങളിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ഇനി ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ പോളിസി, അതായത് അവരുടെ ആ ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനത്തെ എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥാപനം പേഷ്യൻസിന് നൽകുന്ന ഫെസിലിറ്റികൾ അല്ലെ, അവിടുത്തെ ഫെസിലിറ്റികളെയും സൗകര്യങ്ങള് അതുവഴി അത് നല്ല രീതിയിൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പോളിസികൾ എന്ത് ചെയ്യണം, രൂപീകരിക്കണം അല്ലെ. അങ്ങനെ പോളിസികൾ നല്ല രീതിയിൽ രൂപീകരിച്ച് നല്ല നല്ല ഫെസിലിറ്റികൾ കൊടുത്ത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ എക്സ്പീരിയൻസുകൾ മെച്ചപ്പെട്ടതാക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്, ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയർ എന്ന് പറയുന്നത് ഒരു എഫിഷ്യന്റ്, വിജയകരമായിട്ടുള്ള അതുപോലെ ഒരു ഫലപ്രദമായ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയർ എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗം ഉണ്ടെങ്കിലേ അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുകയുള്ളൂ. ഇനി ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നത്, അപ്പൊ അവിടെ എന്താണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്, അവിടെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അതായത് ഹോസ്പിറ്റൽ മുതൽ ഒരു നേഴ്സിംഗ് ഹോമുകൾ വരെ നോക്കുകയാണെങ്കിൽ അവരുടെ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യകതകൾ അല്ലെ, ആ തുടർച്ചയായ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു തുടർച്ചയായ ആവശ്യകതകൾ നിമിത്തം അവിടുത്തെ ഹെൽത്ത് കെയർ പോളിസികൾ മെച്ചപ്പെടുത്താനായിട്ട് താല്പര്യമുള്ളവർക്ക് എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ജോലി വളരെ ഇമ്പോർട്ടന്റ് ആവാം അല്ലെ, വളരെ സുപ്രധാനവും ഒരു സ്ഥിരവുമായിട്ട് തോന്നാം. കിട്ടിയോ? അത് ക്ലിയർ ആണോ അത്രയും ഭാഗം? ഓക്കെ, next നോക്കിയേ, health care administration may include the oversight and management of. ഇനി ഒരു health care administration എന്തൊക്കെ കാര്യങ്ങളിലാണ് ഓവർസൈറ്റ് ചെയ്യാന്ന് പറയുന്നത്? എന്താണ് ഓവർസൈറ്റ് ചെയ്യാന്ന് പറയാ? മേൽനോട്ടം വഹിക്കുക അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് മേൽനോട്ടങ്ങൾ വഹിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്, അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ ഇവര് മാനേജ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവര് മേൽനോട്ടം വഹിക്കുന്ന കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നോക്കിയേ, ഫസ്റ്റ് വൺ, ആൻ എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം. എന്താ? ഒരു എൻറ്റയർ, അതായത് മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങളെ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻസ് ഓവർസീറ്റ് ചെയ്യുന്നുണ്ട്, മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് സ്പെസിഫിക് ഫെസിലിറ്റീസ്, പ്രത്യേക സൗകര്യങ്ങൾ എന്തൊക്കെയാ? സച്ചാസ് ഫിസിഷ്യൻസ് പ്രാക്ടീസ്, ഹോസ്പിറ്റലുകള് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസികള് മുതലായ പ്രത്യേക സൗകര്യങ്ങള് ഇവരുടെ ഈ പറയുന്ന സ്പെസിഫിക് ഫെസിലിറ്റികളിലെല്ലാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻസ് മേൽനോട്ടം വഹിക്കുകയും മാനേജ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് യൂണിറ്റ്സ്, പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ യൂണിറ്റുകളായിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകള്, എമർജൻസി ഡിപ്പാർട്ട്മെന്റുകള്, കാർഡിയാക് കെയർ യൂണിറ്റ് മുതലായവയുടെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ആ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്, പ്രത്യേക ക്ലിനിക്കൽ ഏരിയകളായിട്ടുള്ള നഴ്സിംഗ് ഏരിയ, ഫിസിക്കൽ തെറാപ്പി ഏരിയ, കാർഡിയോളജി ഏരിയ മുതലായ ഇടങ്ങളുടെയും മാനേജ് ചെയ്യുന്നതും മേൽനോട്ടം വഹിക്കുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. ലാസ്റ്റ് പറയുന്നത് സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സ്റ്റാഫിംഗ്, ജീവനക്കാരെ നിയമിക്കുക, അവിടെയുള്ള ഫെസിലിറ്റികൾ നൽകുക, ആൻഡ് അഡ്മിഷൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുക, ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇങ്ങനെയുള്ള സ്പെസിഫിക് ഏരിയയുടെയും മാനേജ്മെന്റും
ഓവർസീൻ അല്ലെ, മേൽനോട്ടം വഹിക്കുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേൽനോട്ടം വഹിക്കുന്ന അതുപോലെ തന്നെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ മേഖലകളെയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നത്? അപ്പൊ അതിൽ ആദ്യം പറയുന്നത് എന്താ, ആ ഒരു മൊത്തത്തിലുള്ള ഇന്ത്യർ അല്ലെ, മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുന്നതും ഓവർസീൻ ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ടാമതായി പറയുന്നത് പ്രത്യേക സൗകര്യങ്ങൾ അല്ലെ, അതായത് ഫിസിഷ്യൻസിന്റെ പ്രാക്ടീസ്, ഹോസ്പിറ്റലുകള്, ഹോം ഹെൽത്ത് ഏജൻസി മുതലായവയുടെയും മാനേജ്മെന്റും മേൽനോട്ടം വഹിക്കുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അതുപോലെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് യൂണിറ്റുകള്, അതായത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ്, കാർഡിയാക് കെയർ യൂണിറ്റ് മുതലായവയുടെയും മാനേജ്മെന്റ് ഓവർസീൻ അല്ലെ, മേൽനോട്ടം വഹിക്കുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. ദെൻ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക് നഴ്സിംഗ് ഏരിയ, ദെൻ ഫിസിക്കൽ തെറാപ്പി ഏരിയ, കാർഡിയോളജി ഏരിയ, അതുപോലെ തന്നെ സ്പെസിഫിക് ഏരിയാസ് ആയിട്ടുള്ള ജീവനക്കാരെ നിയമിക്കുക അല്ലെ, സ്റ്റാഫിംഗ് ചെയ്യുക, ഫെസിലിറ്റി അവരുടെ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏരിയ, അഡ്മിഷൻ ഏരിയ, അതുപോലെ ഫിനാൻസ് ഏരിയ, ഇങ്ങനെയുള്ള സ്പെസിഫിക് ഏരിയാസിനും സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസിന്റെയും എല്ലാത്തിന്റെയും മാനേജ്മെന്റും അതുപോലെ അതിന് കൃത്യമായിട്ട് ആവശ്യമായ മേൽനോട്ടങ്ങൾ വഹിക്കുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. ക്ലിയർ ആണോ അത്രയും ഭാഗം? ഓക്കെ, നെക്സ്റ്റ് നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കേട്ടാ, പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുന്നത്. നോക്കി പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങള്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലെ തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കി, ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. എന്താ? ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായ നാഷണൽ ഹെൽത്ത് പോളിസികൾ ഉറപ്പുവരുത്തുക. എന്താണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാല്? നാഷണൽ ഹെൽത്ത് പോളിസി കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? നാഷണൽ ഹെൽത്ത് പോളിസി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ദേശീയ തലത്തിലുള്ള ആരോഗ്യ നയങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കേട്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ, പേരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെ പറയുന്നത് അല്ലെ. അപ്പൊ ഇതെന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി ആനുകാലികമായി പബ്ലിഷ് ചെയ്യുന്നവയാണ് നാഷണൽ ഹെൽത്ത് പോളിസികൾ. ഈ നാഷണൽ ഹെൽത്ത് പോളിസികൾ പ്രധാനമായിട്ടും എന്ത് പ്രൊമോട്ട് ചെയ്യുന്നവയാണ്? അല്ലെങ്കിൽ അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആളുകളുടെ അല്ലെ, ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുക അല്ലെ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തു കൊടുക്കേണ്ടത്? ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്തു കൊടുക്കണം? ആളുകളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്താനായിട്ട് എന്താ ചെയ്തു കൊടുക്കേണ്ടേ? എന്താണ് കൊടുക്കേണ്ടത്? അങ്ങനെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തണമെങ്കിൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തു കൊടുക്കണം? അല്ലെ, ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ആരോഗ്യ പരിചരണം കൊടുക്കണം അല്ലെ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആരോഗ്യ പരിചരണം കൊടുക്കുക. അതുപോലെ തന്നെ അത് എങ്ങനെയായിരിക്കണം? ഒരുപാട് വിലയിലാണോ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഒരുപാട് ചിലവ് വരുന്ന രീതിയിലാണോ? അല്ല, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ അല്ലെ, അവർക്ക് താങ്ങാവുന്ന വിലയില് ചിലവില് അവർക്ക് എന്ത് ചെയ്യാൻ? നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ അല്ലെ, ആരോഗ്യ പരിചരണം കൊടുക്കുന്നതിലൂടെ ഓരോ ജീവനക്കാരും ഓരോ ജനങ്ങളുടെയും ആരോഗ്യവും അതുപോലെ ക്ഷേമവും ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാന എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ നാഷണൽ ഹെൽത്ത് പോളിസി എന്തെവിടെ ഉറപ്പുവരുത്തണം? ഇങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഓരോ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിൽ ഉറപ്പുവരുത്തേണ്ടത് എന്തിൽ വരുന്ന പ്രിൻസിപ്പിളിൽ വരുന്നതാണ്? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിളിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ, ആ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ പോളിസികൾ വഴി നമ്മൾ എന്ത് ചെയ്യണം? ആ പോളിസിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം അല്ലെ. നല്ല അഫോർഡബിൾ കോസ്റ്റില് അവർക്ക് എന്ത് കൊടുക്കണം? നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ കൊടുക്കണം. അതുവഴി അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും അല്ലെ, ഓരോ ജനങ്ങൾക്കും നല്ല ആരോഗ്യവും ക്ഷേമവും ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ
അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ആ ഓരോ ഹോസ്പിറ്റലുകളിലും ഉറപ്പുവരുത്തണം. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Then second one നോക്കിയേ, sound health administrative structure may be framed for the implementation of the health policy. ഈ പറയുന്ന പ്രിൻസിപ്പിൾ നിങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ബൈഹാർട്ട് ഇന്ന് ചെയ്ത് പഠിക്കേണ്ട. ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. ആ ഒബ്ജക്റ്റീവിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. കാരണം കുറച്ച് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. കുറച്ച് ലെങ്തി പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അതേസമയം പ്രിൻസിപ്പിൾസിൽ നിന്നും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആ രണ്ട് രീതിയിൽ ചോദിക്കുള്ളൂ കേട്ടോ. ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാണ്. അപ്പൊ ഈ പറയുന്ന പ്രിൻസിപ്പിൾസില് ഏതൊക്കെ പോയിന്റ്സ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബൈഹാർട്ട് ചെയ്തൊന്നും പഠിക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ ചില പോയിന്റ്സ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഇന്നതിൽ വരുന്നതാണ്, പ്രിൻസിപ്പിൾ വരുന്നതാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടാത്തതാണ് എന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിനുള്ള രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, സെക്കൻഡ് വൺ, sound health administrative structure may be framed for the implementation of the health policy. ഈ പറയുന്ന നാഷണൽ ഹെൽത്ത് പോളിസീസ് അല്ലെങ്കിൽ ആരോഗ്യ എന്താണ് പോളിസികൾ, നയങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യണം? അത് നടപ്പിലാക്കണം അല്ലെ. ഈ ഹെൽത്ത് പോളിസികൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ. ഹെൽത്ത് പോളിസികൾ കൃത്യമായിട്ട് ഓരോ ആശുപത്രികൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ എന്ത് ചെയ്യണം? അത് നടപ്പിലാക്കണ്ടേ. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നത് നടപ്പിലാക്കുക. ആ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു സൗണ്ട് ആയിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു മികച്ച രീതിയിലുള്ള ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ത് ചെയ്യണം? രൂപപ്പെടുത്തണം. അപ്പൊ അതിനെന്താ വേണ്ടത്? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ജീവനക്കാർ അല്ലെ, വിവിധ തലത്തിലുള്ള ഇങ്ങനെയുള്ള ജീവനക്കാർ വേണം. വേണ്ടേ? ഈ പോളിസികൾ, ഈ ആരോഗ്യ നയങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് പോളിസികൾ നടപ്പിലാക്കുന്നതിനായി ഒരു മികച്ച രീതിയിലുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് ഒരു ഘടന അവിടെ കൊണ്ടുവരണം, അവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഈ പോളിസികൾ എപ്പോഴും നടപ്പിലാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവനക്കാര് അല്ലെ, വിവിധ തലങ്ങളിലുള്ള ജീവനക്കാരെ ഉൾപ്പെടുത്തി ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അത് അവിടെ എന്ത് ചെയ്യണം? ആ പോളിസികൾ നടപ്പിലാക്കണം. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ. Okay. Then third one, okay, there should be integration of preventive and curative services at all administrative level. എന്താ? എല്ലാ ഭരണതലങ്ങളിലും അല്ലെ, എല്ലാ ഭരണതലങ്ങളിലും പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ പ്രിവെന്റീവ്? പ്രതിരോധവും അല്ലെ, പ്രതിരോധാത്മകവും. ആൻഡ് ക്യൂറേറ്റീവ്, എന്താണ് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല്? ക്യൂറേറ്റീവ് രോഗശമനം അല്ലെങ്കിൽ രോഗശാന്തി അല്ലെ. അപ്പൊ ഇവിടെ പ്രിവെന്റീവ് പ്രതിരോധവും അതുപോലെ രോഗശമനവും നൽകുന്ന അല്ലെങ്കിൽ രോഗശാന്തിയും നൽകുന്ന രീതിയിലുള്ള സേവനങ്ങൾ അല്ലെ. അപ്പൊ അവിടെ ആ ഒരു ഹോസ്പിറ്റൽ കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയായിരിക്കണം അല്ലെ. വരുന്ന പേഷ്യൻസ് ഒന്നുകിൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട പ്രതിരോധം ഉള്ള രീതിയിലായിരിക്കണം അല്ലെ. അവർ ആ ഒരു രോഗം ഇനി വരാത്ത രീതിയിൽ അതായത് രോഗശമനം അല്ലെ, അവർക്ക് ആ ഒരു രോഗത്തിൽ നിന്ന് മുക്തരാവുന്ന രീതിയിലുള്ള സർവീസുകളായിരിക്കണം അവിടെ കൊടുക്കേണ്ടത് അല്ലെ. അത് തന്നെ അവിടെ പറയുന്നത് there should be integration of preventive and curative services at all administrative level. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എല്ലാ ഭരണതലങ്ങളിലും പ്രിവെന്റീവ് ആയിട്ടുള്ള രോഗ പ്രതിരോധാത്മകവും അതുപോലെ രോഗശമനവും നൽകുന്ന രീതിയിലുള്ള സേവനങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സംയോജനമായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. there should be integration, അവിടെ ഒരു സംയോജനം അല്ലെങ്കിൽ എന്താണ് ഇന്റഗ്രേഷൻ ആണ് ഉണ്ടാവേണ്ടത്. എങ്ങനെയുള്ളതാ? എല്ലാ ഭരണതലത്തിലുമുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള രോഗ പ്രതിരോധവും അതുപോലെ ക്യൂറേറ്റീവ് രോഗശമനവും നൽകുന്ന രീതിയിലുള്ള സേവനങ്ങളുടെ ഒരു സംയോജനമായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് മനസ്സിലായോ? Okay. Then fourth നോക്കിയേ, there should be centralized directions and decentralized actions. എന്താണ്? there should be centralized directions എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻസ് പറഞ്ഞാൽ കേന്ദ്രീകൃത ദിശകൾ അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്?
ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനായിരിക്കണം അവിടെ എന്ത് വേണ്ടത്? എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള ഒരു സെന്റർ അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഈ വിഭാഗമായിരിക്കണം. അപ്പൊ അവരായിരിക്കണം കൃത്യമായ ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകേണ്ടത്, അല്ലെ? അതാണ് സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആ ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ, അപ്പൊ ഒരേ ദിശയിലല്ല, ഒന്നിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമല്ല അവിടെ നടക്കേണ്ടത്, അല്ലെ? അവിടെ തീരുമാനമെടുക്കേണ്ടത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഭാഗം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗത്തെ കേന്ദ്രീകരിച്ചാണ് അവിടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നത്. അവരാണ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇനി അവർ നിർദ്ദേശിച്ച രീതിയിൽ ഒന്നിനെ അടിസ്ഥാനമാക്കി മാത്രം അവിടെ സർവീസ് നടത്തിയാൽ മതിയാവോ? അല്ലെങ്കിൽ ഒരു പ്രവർത്തനം മാത്രം മതിയാവൂ? ഇല്ല, ഒരുപാട് പല മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങള്, അതാണ് ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ വികേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അവിടെ ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ, വിവിധ മേഖലകളെ കേന്ദ്രീകരിച്ചുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളായിരിക്കണം അതിനുള്ളിൽ നടക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി വിവിധ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നായിരിക്കും. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ വിഭാഗത്തിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്? നിർദ്ദേശങ്ങൾ വരുന്നത്. അപ്പൊ ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അവരായിരിക്കും എടുക്കുക. അവരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ, വിവിധ മേഖലകളെ ഉൾപ്പെടുത്തിയുള്ള വിവിധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയും വേണം. Clear ആണോ? There should be centralized directions and decentralized actions. മനസ്സിലായോ അത്? ക്ലിയർ ആയോ? എന്താണ് ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണം. ഓക്കെ, നോക്കിയപ്പോ ഡീസെൻട്രലൈസ്ഡ് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാല് കേന്ദ്രീകൃതം. അതായത് ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഇപ്പൊ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഏതൊരു സ്ഥാപനത്തിലും, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ടാവില്ലേ? അപ്പൊ അവരാണ് എന്തെന്ന് പറയുന്നത്? അവരെ കേന്ദ്രീകരിച്ചാണ് അവിടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അതായത് അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ആരാണ്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെ? അപ്പൊ തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട, അതിനുള്ളിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും, ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതും ആരായിരിക്കും? ആരാ നിർദ്ദേശങ്ങൾ നൽകുന്നേ? അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗമാണ്, അല്ലെ? അത്രയും ക്ലിയർ ആയോ? അത്രയും മനസ്സിലായോ? ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ പറയുന്ന എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും. അപ്പൊ അതിൽ ആരിൽ കേന്ദ്രീകരിച്ചാണ് അത് ചെയ്യുന്നത്? നമ്മള് അങ്ങനൊരു ഡയറക്ഷൻ കൊടുക്കുന്നതാണെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ഡിസിഷൻസ് എടുക്കുന്നതാണെങ്കിലും ആരിൽ കേന്ദ്രീകരിച്ചാണ്? ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന വിഭാഗത്തെ കേന്ദ്രീകരിച്ചാണ്, അല്ലെ? അതാണ് സെൻട്രലൈസ്ഡ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു സെൻട്രലൈസ്ഡ് ആരെ ആരാണ് ഇവിടെ സെൻട്രലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്? ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അല്ലെ? ആണോ? പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കാൻ പാടില്ല, അല്ലെ? തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് കൊടുക്കുന്നത് എങ്കിൽ പോലും അവിടെ അതിനുള്ളിൽ വരുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അത് ഒരേ ആക്ടിവിറ്റി, ഇപ്പൊ എല്ലാ ആക്ടിവിറ്റീസും ഒന്നിനെ മാത്രം കേന്ദ്രീകരിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പല വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, അല്ലെ? എല്ലാം ഒന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അത് ഒന്നിൽ മാത്രം അതിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. വിവിധ മേഖലകളെ ഉൾപ്പെടുത്തിയുള്ള എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും അതുപോലെ ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതും ഈ മെയിൻ കേന്ദ്രത്തിൽ നിന്നാണ്. അതാണ് സെൻട്രലൈസ്ഡ്. ഇനി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പ്രത്യേകമായിട്ട് പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ ഇന്ന
കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് ചെയ്യുക, കേന്ദ്രീകരിച്ച് ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഒരു പ്രവർത്തനം മാത്രമല്ല നടക്കുന്നത്, ഒരുപാട് വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതാണ് ഡീസെൻട്രലൈസ്ഡ്. അവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല. ഡീസെൻട്രൽ അല്ലെങ്കിൽ വികേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അവർക്ക് അതിനുള്ളില് പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, പല വിധത്തിലായിരിക്കും അല്ലെ, പല മേഖലകളിലെ സർവീസുകൾ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും അതിനുള്ളിൽ നടക്കുന്നത്. അതിനുവേണ്ടി കൊടുക്കുന്ന നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒരു ഒറ്റ കേന്ദ്രത്തിൽ നിന്നായിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, there should be planned health program should be based on priority and must meet the health requirements of people. എന്താ, ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകൾ അല്ലെ, അവരുടെ ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ആളുകളുടെ ഈ ജനങ്ങളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ്, ആരോഗ്യ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ അല്ലെ, അവിടുത്തെ ജനങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലല്ലേ നമ്മൾ സർവീസുകൾ കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ആളുകളുടെ ആരോഗ്യ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ ബേസ്ഡ് ഓൺ പ്രയോറിറ്റി, അങ്ങനെ അവരുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലുള്ള മുൻഗണന അടിസ്ഥാനത്തിലായിരിക്കണം എന്ത്, ആരോഗ്യ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യേണ്ടത്. ഒരു ഹോസ്പിറ്റലില് സർവീസുകൾ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോഗ്രാംസ് കൊണ്ടുവരുമ്പോൾ അത് എപ്പോഴും എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ ആളുകളുടെയും ആരോഗ്യ ആവശ്യകതകൾ എന്താണ് അതിന്റെ മുൻനിർത്തിക്കൊണ്ട് അല്ലെ, അതിലെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പ്രയോറിറ്റി, അവരുടെ മുൻഗണന എന്താണ്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്, അതിന്റെ മുൻഗണനാ ക്രമത്തിലായിരിക്കണം അവിടെ കൊണ്ടുവരുന്ന ആരോഗ്യ പ്രോഗ്രാംസുകൾ ആസൂത്രണം ചെയ്യേണ്ടത്. ക്ലിയർ ആണോ സെന്റൻസ്? അപ്പൊ ഇതിന് ക്ലിയർ ആണോ? അവിടെ എന്താണ് പുതിയ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എന്ത് പ്രോഗ്രാം കൊണ്ടുവന്നാലും അത് ആളുകളുടെ അല്ലെ ജനങ്ങളുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അവര് പറയുന്ന മുൻഗണനാ ക്രമത്തിലായിരിക്കണം, അതിനനുസരിച്ചായിരിക്കണം അവിടെ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവരേണ്ടത്. നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. Affirm basic health services available, accessible and acceptable to the people. അതുപോലെ എന്ത് ചെയ്യാം, അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ അല്ലെ അത് ഉറപ്പുവരുത്തണം. എങ്ങനെയാ ഉറപ്പുവരുത്തുന്നത്? ഓരോ ജനങ്ങൾക്കും അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാകും, അത് ആക്സസിബിൾ ആണോ, അവർക്ക് അതില് എന്താണ് പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അവർക്ക് എന്താണ് അത് എത്തിപ്പെടാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ടോ, ആൻഡ് അക്സെപ്റ്റബിൾ, അത് അവർക്ക് സ്വീകാര്യമാണോ എന്ന കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണം. അപ്പോൾ ബേസിക് ഹെൽത്ത് സർവീസസ്, അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങള് ഓരോ ജനങ്ങൾക്കും ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ അവർക്ക് അതിലേക്ക് പ്രവേശനം അല്ലെങ്കിൽ അവർക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ അത് അക്സെപ്റ്റബിൾ ആണ്, അവർക്ക് സ്വീകാര്യമാണോ എന്ന കാര്യം കൂടി അഫേം ചെയ്യുക എന്ന് പറയുക ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ക്ലിയർ ആണോ ആ സെന്റൻസ്? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അത്രയും വരെ വെച്ച് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമ്മൾ ഒരു എത്ര പോയിന്റ് പറഞ്ഞു? ഇപ്പോ 6 പോയിന്റ്സ് പറഞ്ഞു അല്ലെ. അപ്പൊ 6 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്താ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? എന്താ, നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെ, ആ ഒരു ആരോഗ്യകരമായിട്ടുള്ള നാഷണൽ ഹെൽത്ത് പോളിസി, നമ്മുടെ ദേശീയ ആരോഗ്യ നയം, അത് കൃത്യമായിട്ട് ഓരോ ആശുപത്രികളിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലും അത് പാലിക്കുക അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതിനുള്ള ഹെൽത്ത് പോളിസികള് അവിടെ നടപ്പിലാക്കണമെങ്കിൽ അതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന രൂപപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ പല ലെവലുകളിലായിട്ട് ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നിയമിക്കുകയും അസിസ്റ്റൻസിനെ നിയമിക്കുകയും അതുവഴി ആ ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലും ഇതുപോലെയുള്ള പോളിസികൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് അവിടെ എല്ലാ ഭരണതലത്തിലും എന്താ പ്രിവെന്റീവ്, രോഗപ്രതിരോധവും അതുപോലെ രോഗനിവാരണവും നൽകുന്ന രീതിയിലുള്ള സേവനങ്ങൾ എന്താണ് ഇന്റഗ്രേഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള സേവനങ്ങൾ
ഒരു സംയോജനമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു അല്ലെ. സെൻട്രൽ എന്ന് പറയുന്നത് പ്രധാനമായും അവർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. അവര് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിവിധ മേഖലകളെ ഉൾപ്പെടുത്തി പ്രത്യേകമായിട്ടുള്ളൊരു കേന്ദ്രത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, പെർഫോമൻസ് അല്ലെങ്കിൽ അവിടുത്തെ ആക്ഷൻസ് വരുമ്പോൾ അവിടെ ഒരു കേന്ദ്രത്തിൽ മാത്രം അല്ലെങ്കിൽ സെന്ററിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, കേന്ദ്രീകരിക്കാൻ പറ്റില്ല അല്ലെ. വിവിധ മേഖലകളിലെ വ്യത്യസ്തമായ സർവീസുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അത് അതിൻ്റെതായ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കണം. അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ കേന്ദ്രത്തിനാണ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, അവിടെയുള്ള ജീവനക്കാർ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ വ്യക്തികളുടെയും അല്ലെ ഓരോ പീപ്പിൾസിന്റെയും ആരോഗ്യ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ അവരുടെ പ്രയോറിറ്റി മുൻഗണനയ്ക്കനുസരിച്ചായിരിക്കണം ഓരോ ഹെൽത്ത് പ്രോഗ്രാമുകളും ആസൂത്രണം ചെയ്യേണ്ടത്. ലാസ്റ്റ് പറഞ്ഞിട്ട് എന്താ, ബേസിക് ഹെൽത്ത് സർവീസസ് അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ ഈ പറയുന്ന ഓരോ ജനങ്ങൾക്കും അവൈലബിൾ ആവുന്നുണ്ടോ, ലഭ്യമാകുന്നുണ്ടോ, അവർക്ക് അതിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ അവർക്കത് എത്തുന്നത് എന്താണ്, അക്സസിബിൾ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റബിൾ അവർക്ക് അത് സ്വീകാര്യമാവുന്നുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തേണ്ടത്. ക്ലിയർ ആയോ 6 പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത്രയും ഭാഗം ഇന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. നിങ്ങളത് വായിക്കാതെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയാലേ കുറച്ചൊക്കെ മൈൻഡിൽ ഇരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ക്ലാസ് കേട്ടതിന്റെ ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്തത്. താങ്ക് യു. താങ്ക് യു മാം.